കൃഷ്ണ. അങ്ങനെ അയോധ്യയിൽ ശ്രീരാമനെ രാജാവാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതറിഞ്ഞ ദൈവഗണങ്ങൾ ഉള്ളിൽ ഭയം തോന്നി തുടങ്ങി. ശ്രീരാമനായി ഭൂമിയിൽ അവതരിച്ചത് ഭൂമിയുടെ ഭാരം തീർക്കുവാനും രാവണനെ വധിക്കുവാനുമാണ്. ശ്രീരാമനെ അയോധ്യയിലെ രാജാവായി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്ന് ദേവന്മാർ വിചാരിക്കുകയാണ്. തുടർന്ന് സരസ്വതി ദേവിയെ കാണുവാൻ പോവുകയാണ്. അങ്ങനെ സരസ്വതി ദേവി കൈകേയിയുടെ നാവിന്മേൽ വിളയാടുകയും അതിന്റെ ഫലമായിട്ടാണ് ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നും ഭരതനെ അയോധ്യയുടെ രാജാവാക്കണമെന്നും കൈകേയി പറയുന്നത്. ഇവിടെ ഒരു വാക്കുകൊണ്ടാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കണം, വാക്ക് എന്നത് നാവാണ്. നാവ് പഞ്ചഭൂതങ്ങളിലെ അഗ്നി കൊണ്ട് നിർമ്മിതമാണ് എന്നും മനസ്സിലാക്കണം. നാവ് കൊണ്ട് ഒരാളെ നന്നാക്കുവാനും നശിപ്പിക്കുവാനും കഴിയും. ഹരേ കൃഷ്ണ, ഹരേ രാമ.